ഈ എഴുത്തിൽ ഭാര്യയുടെ സ്വാധീനം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇടപെടാറില്ല. ഒരിക്കലും ആരും ഇടപെടാൻ നിൽക്കാറില്ല. ആണോ? അല്ലെങ്കിൽ പിന്നെ കഥ ഇല്ല എഴുതി കഴിഞ്ഞിട്ട് കൊണ്ട് കാണിക്കാം. മുന്നേ ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ എഴുതി കഴിഞ്ഞാൽ എഴുത്തിന് മുന്നേ ആയാലും നമ്മുടെ വീട്ടിലെല്ലാവരോടും കഥ പറയും, അഭിപ്രായമൊക്കെ പറയാറുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളോട് പറയും. ഇപ്പം അതിനൊന്നും അവർക്കാർക്കും സമയമില്ല. ഒന്നാമത്തെ കാര്യം പിള്ളേര് അതിന്റെ തിരക്ക്, അച്ഛനായാലും അമ്മയായാലും അവര് പ്രായമായി അവരുടെ തിരക്ക്. അപ്പൊ ഞാൻ കഴിവതും ഞാൻ റിസർവ്ഡായിട്ടിരിക്കുന്ന ആളാണ്. പിന്നെ ഇവരോടൊക്കെ പറയും. എന്റെ എല്ലാ കഥകളും ജീപ്പിക്കും ഗോപിക്കും അറിയാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കഥകൾ പോയി പറയുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ജീപ്പിയുടെ ഫ്ലാറ്റാ. അവിടെ പോയിട്ട് ഞാൻ പറയും അളിയ ഒരു എലമെന്റ് കിട്ടി, ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കൊള്ളാലോ നല്ല സാധനം. അപ്പൊ അത് പറച്ചിട്ട് മാത്രമല്ല തിരിച്ചും പറയാറുണ്ടോ? നല്ല സുഹൃത്തുക്കളാകുമ്പോ ഇത് മോശമാണെങ്കിൽ ഉറപ്പായിട്ടും അല്ല, അതാണ് പോസിറ്റീവായിട്ട് ഞാൻ പറയാം. അതായത് ഇത് വർക്ക് ആവില്ല എന്ന് എൻ്റെ അടുത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർ പറയുകയും ചെയ്യും. ഇപ്പം എൻ്റെ ടീമും പറയും ചേട്ടാ അത് വേണ്ട, ചേട്ടന് ആളുകൾ അതെല്ലാം പ്രതീക്ഷിക്കുന്നു പറയുമ്പോൾ ഇവരെ എന്നാ അത് വേണ്ട വിട്ടേക്കാൻ പറയും. ജീപ്പയുടെ വേറെ ഇതെന്ന് വെച്ചാൽ ഞാനൊരു എലമെന്റ് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വിളിക്കും. അതെ തെലുങ്കിൽ ഒരു വലിയ പ്രൊഡ്യൂസറുടെ അടുത്ത് ഞാൻ എലമെന്റ് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, നമുക്ക് കഥ പറയാൻ പോകുന്ന പറയും. ഞങ്ങളിപ്പോൾ അങ്ങനെ തെലുങ്കിൽ 1-2 പരിപാടികൾ ഇങ്ങനെ ഓണായി ഇരിക്കുക ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്.